കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. പത്തനാപുരത്ത് പിടവൂരിൽ ചുമരിൽ എഴുതിയ ബൈബിൾ വചനം മായ്ച്ചു കളഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ഭാഗം ശ്രീ അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ തന്റെ സത്യമാർഗം എന്ന യൂട്യൂബ് ചാനലിൽ ഉദ്ധരിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതേ തുടർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ചില സഹോദരന്മാരും ഇതേ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് സംസാരിക്കുകയും ചെയ്തു. വിഗ്രഹത്തെ ആരാധിക്കുന്നവർ കഴുതകൾക്ക് തുല്യരാണെന്ന് ഭാഗവതം പറയുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇതിനെതിരെ ആചാര്യൻ എന്ന് സ്വയം വിളിക്കപ്പെടുന്ന വിനോദ് എന്നൊരു സ്വാമി രംഗത്ത് വരികയും ശ്രീ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറിനെ വളരെയധികം പരിഹസിക്കുകയും ചെയ്തത് യൂട്യൂബിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു ഭാഗം ദശമസ്കന്ധത്തിലില്ല, ഭാഗവതത്തിലില്ല, ഹൈന്ദവ വേദങ്ങളിലില്ല. ഇത് മറ്റെവിടേക്കോ പറയുന്ന എന്തൊക്കെയോ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റെഫറൻസ് തെറ്റി പറഞ്ഞതാണെങ്കിൽ പോലും അത് അങ്ങനെ ഒരു ഭാഗം ആ പറഞ്ഞ റെഫറൻസിൽ ഇല്ല. ആയതിനാൽ കേസ് കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നിരുപാധികം ആ വീഡിയോകളെല്ലാം പിൻവലിക്കണമെന്നുള്ളതാണ് ഈ സ്വാമി സാറിന്റെ ഭീഷണി. അപ്പോൾ ആ സ്വാമിക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ അത് സത്യത്തോടുള്ള നീതികേടായി പോകുമല്ലോ. അതിനാൽ കൃത്യമായ തെളിവ്, പേജ് നമ്പർ, ശ്ലോകം എന്നിവ സഹിതം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. സത്യത്തിൽ ആർക്കാണ് തെറ്റുപറ്റിയത്? ആ സ്വാമി ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങൾ അന്ന് പറഞ്ഞത് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 84 ശ്ലോകം 13 എന്നുള്ളതാണ്. ഓക്കെ, സ്വാമിയുടെ ഉഡായിപ്പ് നമ്പർ 1 നിങ്ങൾ കേട്ടോണം. അനിൽ ബ്രദർ സംസാരിക്കുന്ന ഭാഗം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പ്രചരിപ്പിച്ചത് അങ്ങനെ തന്നെ നിങ്ങളെ കേൾപ്പിക്കുന്നു. അനിൽ ബ്രദർ സംസാരിച്ചുകൊണ്ട് തീരുന്ന പോർഷനിൽ തെളിവ് കാണിക്കുന്നുണ്ട്, പക്ഷെ പുള്ളി അവിടെ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരല്പമായിട്ട് നിങ്ങൾക്ക് ആ തെളിവ് അവിടെ ഒരു തെളിവ് കാണിക്കുന്നതിന് ട്രാൻസിഷൻ കാണാൻ കഴിയും. അത് അദ്ദേഹം മനഃപൂർവ്വം വെട്ടിമാറ്റിയതാണ്. അതിനുശേഷമുള്ള ഒരു ഭാഗത്ത് അദ്ദേഹം കാണിക്കുന്നുണ്ട് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ അത് അവിടെ എവിഡന്റ് ആണ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവൻ മൃഗങ്ങളിൽ കഴുതയ്ക്ക് തുല്യനാകുന്നു എന്നല്ലേ? ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 84 ശ്ലോകം 13. കേട്ടില്ലേ? അനിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഭാഗവതാചാര്യന്റെ കണ്ടുപിടുത്തം. അനിൽ ബ്രദർ പറഞ്ഞ തെളിവ് ഒരിക്കൽ കൂടെ നിങ്ങൾക്കൊന്ന് കേൾക്കണമെന്നില്ലേ? അധ്യായം 84 ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 84 ശ്ലോകം 13. അധ്യായം 84 ശ്ലോകം 13. ഓക്കെ, ഇനി അദ്ദേഹം പറയുന്നത് എന്ന് പറയുന്ന ഭാഗവതാചാര്യന്റെ കണ്ടുപിടുത്തം. എന്താ അദ്ദേഹം പറയുന്നറിയോ? ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ വളരെ കൃത്യ തെറ്റുണ്ടോ? അതില് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ? സ്വാമി എന്നൊക്കെ പറയുന്ന ഭയങ്കര പഠിപ്പുൾ, വലിയ സ്ഥാനം പദവികൾ കൊടുക്കുന്ന അല്ല, എന്താ പറഞ്ഞേ? എന്തെങ്കിലും കൃത്യത കുറവുണ്ടെങ്കിൽ പറയണം, കേസൊക്കെ കൊടുക്കാനുള്ളതല്ലേ. അതില് 54-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം. ഒരിക്കൽ കൂടി അനിൽ ബ്രദർ പറഞ്ഞതിലേക്കൊന്ന് പോയിട്ട് വരാം എന്നല്ലേ? ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 84 ശ്ലോകം 13. അധ്യായം 84 ശ്ലോകം 13. കണ്ടോ, ആ ട്രാൻസിഷൻ പോകുന്ന സമയത്ത് തെളിവ് വരുന്നുണ്ട്. സാറ് കട്ട് ചെയ്തു. ഉഡായിപ്പ് നമ്പർ 1 അത് ഈ സ്വാമി എന്താക്കി മാറ്റി. അതില് 54-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം. ഈ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തില് അങ്ങനെ 54 അധ്യായം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. പക്ഷെ ഇദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നു അങ്ങനെ ഒന്നുണ്ട്. അതായത് പറഞ്ഞത് അത് കേമനായിട്ടുള്ള ഒരു ഭാഗവത ആചാര്യനാണെന്ന്. അതിൽ 54 അധ്യായം ഇല്ല. ദശമസ്കന്ധത്തില് 49 അധ്യായമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, വളരെ വ്യക്തമായി തന്നെ
തെളിവുകൾ നിരത്തി സംസാരിക്കുന്നവരാണ് ട്രൂത്ത് ഫൈറ്റേഴ്സും സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിലെ എല്ലാ സഹോദരന്മാരും. അത് തെളിവില്ലാതെ ഞങ്ങളൊരു കാര്യം സംസാരിക്കാറില്ല, തെളിവ് കാണിക്കാതെ സംസാരിക്കാറുമില്ല. വളരെ വ്യക്തമായി തെളിവ് അവിടെ ഹാജരാക്കിയിട്ടും അഥവാ കേട്ടതിന്റെ പ്രശ്നമാണെങ്കിൽ, ഇപ്പോൾ 54 എന്ന് പറയുന്നത് 84 എന്ന് പറയുന്നത് 54 കേൾക്കാം. പക്ഷെ കൃത്യമായിട്ട് സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അങ്ങനെ തന്നെ കൊടുക്കുകയും അതിന്റെ താഴെ ഇതിന്റെ തെളിവ് കൃത്യമായി കാണിക്കുകയും ചെയ്യുമ്പോൾ, അപ്പോൾ ഇത് കേൾവിയുടെ മാത്രം പ്രശ്നമല്ല, അദ്ദേഹം മനഃപൂർവ്വം വളച്ചൊടിച്ചതാണെന്ന് വ്യക്തം. 84 പറഞ്ഞതിന് അദ്ദേഹം 54 എന്ന് കേട്ടു. ഇനി രസം അതല്ല, അദ്ദേഹം പറയുന്നു ദശമസ്കന്ധത്തിൽ ഈ 54-ാമത്തെ അധ്യായം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. വ്യക്തമായാലും അങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം വരുന്നുണ്ട്. ഉഡായിപ്പ് നമ്പർ 2. നിങ്ങൾ നോക്കിക്കാണേ, ഈ 54 എന്ന് പറഞ്ഞ ടീം 84 എന്നൊക്കെ കേൾക്കുമ്പോൾ ഇനി ഉരുണ്ടു വീണ് ചാവൂ എന്നുള്ളതാ എൻ്റെ ഒരു സംശയം. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പണ്ഡിതൻ ചമയാൻ വേണ്ടിയിട്ട് വന്ന് സത്യം കേട്ടപ്പോൾ കുണ്ഠിതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? അങ്ങനെ കുണ്ഠിതപ്പെട്ടിരിക്കുന്ന ഒരു സ്വാമിയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഉടായ്പ തെളിയിച്ചു തരാം കേട്ടോ. ദേ അനിൽ ബ്രദർ പറയുന്നത് കഴിയുമ്പോൾ പുള്ളി പിന്നെയും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ. ഇത് ഇങ്ങനൊരു സാധനം ഇല്ല. പക്ഷെ 54 ഇല്ല. പക്ഷെ 54 എന്ന് പറയുന്നത് മറ്റെന്തോ സാധനമാണെന്ന് പുള്ളി പറയുന്നുണ്ട്. അർത്ഥം എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. അതിൽ 90 അധ്യായമുണ്ട്. അതിൽ 54-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകമാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ അത് അങ്ങനെ തന്നെ വിശദമാക്കി പറയേണ്ടതായിരുന്നു. ഏതായാലും ഒരു കാര്യം 100% ഉറപ്പിച്ച് പറയാം, ഇദ്ദേഹം ഈ ഭാഗവതം വായിച്ചിട്ടില്ല എന്നല്ല, അതിന്റെ പുറംചട്ട പോലും കണ്ടിട്ടില്ല എന്നുള്ളതിൽ യാഥാർത്ഥ്യം. ഏതോ പാസ്റ്റർ എഴുതിയിട്ടുള്ള ഭാഗവതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുണ്ട്. അപ്പൊ സംഗതി വരുന്നത് പാസ്റ്റർ എഴുതിയ സാധനം കേട്ടോ. അപ്പൊ പാസ്റ്റർ എഴുതിയ ദശമസ്കന്ധം അധ്യായം 84 ശ്ലോകം 13 എന്ന് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ കിടക്കുന്നത്: യസ്യാത്മബുദ്ധി ഗുണവേ ത്രിധാതുകേ സ്വധീ കളത്രാദിഷു ഭൗമ ഇജ്യാദി യഥീർത്ഥ ബുദ്ധി സലിലേന കർഹിചത് ജനേഷ്വഭിഞ്ചേഷു സ ഏവ ഗോഖര. ഇതിന്റെ അർത്ഥം ലളിതമായിട്ട് പറഞ്ഞുതരാം. വാദപിത്ത കഫങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരമാണ് ഞാൻ എന്ന് കരുതുകയും ഭാര്യയിലും മക്കളിലും മാത്രം സ്വന്തമെന്ന് ചിന്തിക്കുകയും മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെയും വെറും ജലത്തെയും, അതായത് തീർത്ഥത്തെയും മാത്രം ദൈവമായി കണ്ട് ആരാധിക്കുകയും എന്നാൽ ജ്ഞാനികളായ മഹാത്മാക്കളെ ആദരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവൻ സ ഏവ ഗോഖര എന്നാണ് പറയുന്നത്. അതായത് അവൻ തീറ്റ തിന്ന് നടക്കുന്ന പശുവിനോ പുല്ല് തിന്ന് നടക്കുന്ന കഴുതയ്ക്കോ തുല്യനാകുന്നു. ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ഭാഗം ഇല്ല എന്നുള്ളത്. ചോദ്യം, ഈ ഗോഖര എന്ന വാക്കിലെ ഖര എന്ന വാക്കിന്റെ അർത്ഥം കഴുത എന്ന് തന്നെ അല്ലേ സ്വാമി? ഗോ എന്ന് പറയുന്നത് പശുവും ഖര എന്ന് പറയുന്നത് കഴുത എന്ന് തന്നെയല്ലേ? ഇത് ദശമസ്കന്ധത്തിൽ ഇല്ലെന്ന് അങ്ങ് പറയുന്നത് ഏതറിവിന്റെ അടിസ്ഥാനത്തിലാണ്? കാരണം ഒന്നാമത് താങ്കൾ പറഞ്ഞു ഇങ്ങനൊരു സാധനം ദശമസ്കന്ധത്തിലില്ല. ദശമസ്കന്ധത്തിൽ എത്രയേ ഉള്ളൂ? എത്ര അധ്യായമേ ഉള്ളൂ? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ദശമസ്കന്ധത്തിൽ 49 അധ്യായമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഇതൊരു ഇംഗ്ലീഷ് വേർഷൻ ആണ്. അധ്യായത്തിന്റെ എണ്ണം നിങ്ങളൊന്ന് നോക്കിക്കേ. പോട്ടെ, ഇദ്ദേഹം പറയുന്നു ദശമസ്കന്ധത്തിൽ അത്ര അധ്യായമില്ല. ഇത് കൈന്നിട്ട് പറഞ്ഞതാണ്. അതായത് ഏതോ പാസ്റ്റർമാർ എഴുതിയതാണ്. അപ്പൊ ദശമസ്കന്ധത്തിൽ ഇല്ലാത്തൊരു സാധനം എന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഒന്ന് നോക്കിയ സഹോദരന്മാർ. ദശമസ്കന്ധത്തിൽ ഇല്ല കേട്ടോ. ഈ കണ്ടല്ലോ അല്ലേ? എഴുതിയേക്കുന്ന എന്താ? ദശമസ്കന്ധം അധ്യായം 84, പേജ് നമ്പർ 683. ഇദ്ദേഹം പറയുന്നു അതില്ലാന്ന്. ഞാനൊന്ന് ചരിഞ്ഞു മാറിയാൽ അവിടെ എഴുതിയേക്കുന്ന ബാക്കി കാര്യം നിങ്ങൾക്ക് വായിക്കാം. വസുദേവൻ യജ്ഞം നടത്തിയ കാര്യമാണ് ദശമസ്കന്ധം അധ്യായം 84 പറയുന്നത്.
ഇതറിയാത്ത സ്വാമിയാണ് വന്നിട്ട് പറയുന്നത് ഭയങ്കര പണ്ഡിതനാട്ടോ, ഭയങ്കര സംഭവമാട്ടോ. എടെ പരിഹസിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം കയ്യിലിരിക്കുന്ന പുസ്തകം വായിച്ചിട്ട് വേണം പരിഹസിക്കാനായിട്ട്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറഞ്ഞത് മറ്റെന്തോ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ സാധനം, ഇത് അങ്ങനൊന്നും അല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട്? ഞാൻ ഇതിന്റെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം അത് പറഞ്ഞതെന്നുള്ള സാധനം, ഇത് ഉത്തരാർത്ഥം എന്ന് പറയുന്ന മറ്റൊരു ഭാഗം അതെന്താണെന്ന് സ്വാമിയെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരാം കേട്ടോ. അതിനു മുൻപ് ഇദ്ദേഹത്തിന്റെ ഉടായ്പ പൊളിയുന്ന ഉടായ്പ നമ്പർ 3 ഓൺ ദ സ്റ്റേജ്. നമുക്ക് കേൾക്കണ്ടേ? കഴുതകളാണെന്നുള്ളത് കേട്ടു, ബാക്കി കൂടി നമുക്ക് കേൾക്കാം എന്താണെന്നുള്ളത്. വാദം, പിത്തം, കഫം എന്നീ 3 ധാതുക്കളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കുകയും ഭാര്യയിലും മക്കളിലും എന്റേത് എന്ന ബുദ്ധി വയ്ക്കുകയും മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ ഉള്ള വിഗ്രഹങ്ങളിൽ മാത്രം ഈശ്വര ബുദ്ധി വയ്ക്കുകയും, അതായത് ആരാധനാ മനോഭാവം, ഈശ്വരനെ പോലെ കണ്ട് അവയെ ആരാധിക്കുന്നത്, അങ്ങനെയുള്ള കാര്യം ചെയ്യുകയും ജ്ഞാനികളായ മഹാത്മാക്കളിൽ ആ ബുദ്ധി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുവോ അവൻ മൃഗങ്ങളിൽ വെറും കഴുതയാകുന്നു. നിൽക്കണേ, ആ ട്രാൻസിഷൻ അങ്ങോട്ട് തീരുന്നതിന് തൊട്ട് മുൻപ് തന്നെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാം അവിടെ തെളിവ് കൊടുത്തിരിക്കുന്നത്. ഇത് സാറ് കാണിക്കാൻ ഉദ്ദേശിച്ച സാധനം അല്ലായിരിക്കും, കാരണം പുള്ളി മറ്റൊന്ന് പറഞ്ഞു വന്നിട്ട് കേൾപ്പിച്ചത്. പക്ഷെ ഈ ദൈവത്തിന്റെ കയ്യൊപ്പം എന്നൊക്കെ പറയത്തില്ലേ, ഒന്ന് നോക്കിക്കേ, അവിടെ താഴെ വ്യക്തമായിട്ട് തെളിവ് കൊടുത്തിട്ടില്ലേ? ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 84 എന്നാണോ? അല്ല, 84 ശ്ലോകം 13. സാറിത് കണ്ടില്ല? വെറും കഴുതയാകുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതാ. വിഗ്രഹാരാധന ചെയ്യുന്ന നീയൊക്കെ വെറും കഴുതയാണെന്ന് പറഞ്ഞ ശ്രീമദ് ഭാഗവതം നിനക്ക് കത്തിക്കണ്ടേ സംഗി? വേണ്ടേ? അതെന്താ നീ അത് കത്തിക്കാത്തത്? എങ്ങനെയുണ്ട് ഈ പറയുന്ന അനിൽ അയ്യപ്പൻ വായിച്ച ഭാഗവതം അനിൽ അയ്യപ്പന്റെ തന്ത എഴുതിയതാണോ എന്നൊക്കെ സംശയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആ വാക്കുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. കേട്ടല്ലോ. ഇനി സ്വാമി വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 84-ാമത്തെ അധ്യായമുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കാണിച്ചു. ദശമസ്കന്ധത്തിലെ 84-ാമത്തെ അധ്യായം വസുദേവ യജ്ഞമാണ്. ഇദ്ദേഹത്തിന്റെ തന്തപരാമർശങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒരുമിച്ച് ഞാൻ താഴോട്ട് വരുമ്പോൾ മറുപടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസുദേവ യജ്ഞം എന്ന് പറയുന്ന സന്ദർഭമാണ് ദശമസ്കന്ധം 84-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. അവിടെ ഋഷീശ്വരന്മാർ വസുദേവരോട് ഉപദേശിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കുറച്ചു മുൻപ് വായിച്ചു കേട്ടത്. അപ്പൊ കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു സംഭാഷണമാണിത്. ഒന്നുകിൽ സ്വാമി സ്വാമി ഭാഗവതം വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതെന്തോ ഉത്തരാർത്ഥമാണ്, ദശമസ്കന്ധം അല്ല എന്നൊക്കെ അങ്ങ് തള്ളിമറിക്കുന്നതിന് മുൻപ് ഒന്ന് വായിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കൃത്യമായും നിങ്ങളുടെ ദശമസ്കന്ധത്തിൽ തന്നെയാണ് ഈ കഴുതപ്രയോഗം ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ സ്വാമിക്ക് ഇനിയും തിരുത്താൻ കേട്ടോ. കേസ് കൊടുക്കുന്നതിനൊക്കെ മുൻപ് ഒന്ന് വായിച്ചു നോക്കണേ. ഈ പരിഹസിക്കുന്നതിന് മുൻപേ സ്വന്തം ഗ്രന്ഥങ്ങളൊന്ന് തുറന്ന് വായിക്കുന്നത് നല്ലതാണ്. സനാതന ധർമ്മം സത്യത്തെയാണ് അന്വേഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തള്ളി അങ്ങോട്ട് മറിക്കുമ്പോൾ വിഗ്രഹാരാധന ശരിയല്ലെന്ന് സാക്ഷാൽ വ്യാസൻ തന്നെ പറയുമ്പോൾ, ഈ വ്യാസൻ താങ്കളുടെ ആരാണെന്ന് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഈ വ്യാസൻ തന്നെ ഇത് പറയുമ്പോൾ നിങ്ങൾ അതിനെ എതിർക്കുന്നത് എന്തിനാണ്? ഇനി ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന ഡോക്യുമെന്റുകളൊക്കെ വാര്യറും അനിൽകുമാർ അയ്യപ്പൻ ബ്രദറും അജീഷും മറ്റ് സഹോദരന്മാരെല്ലാവരും ഇത് ഫേക്ക് ചെയ്തുണ്ടാക്കിയ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ പറയുന്നെങ്കിൽ, നിങ്ങൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 80 ഇത്രയൊന്നും അടിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. വെറുതെ ഭാഗവതം 10.84.13 മാത്രം ഗൂഗിളിലൊന്ന് തപ്പി. അല്ല, മുഴുവനായി വായിക്കണോ? നിങ്ങൾക്ക് പുസ്തകം എടുത്ത് വായിക്കണോ? ക്രോസ് ചെക്ക് ചെയ്യാം. വ്യക്തമായി നിങ്ങൾക്ക് റെഫറൻസ് സഹിതമാണ് ഞങ്ങൾ പറയുന്നത്. ഇത്രയും വ്യക്തമായി കാര്യങ്ങൾ കിടക്കുമ്പോൾ സ്വാമി പറയുന്നത് ഇത് അനിൽകുമാർ അയ്യപ്പന്റെ
ആരോ എഴുതിയ ഭാഗവതമാണെന്നൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഭാഗവതത്തിൽ, ഇദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ ഭാഗവതമൊക്കെ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്, അതിൽ ദശമസ്കന്ധത്തിൽ ആകെ മൊത്തം ടോട്ടൽ 49 അധ്യായങ്ങൾ മാത്രമാണ് പുള്ളിയുടെ കയ്യിലുള്ളത്. ഉത്തരാർത്ഥം എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്, അതിൽ 90 അധ്യായങ്ങളുണ്ട്. അപ്പൊ ഈ ഭാഗവതം ഇടയ്ക്ക് പൊക്കി കാണിക്കുന്നതല്ലാതെ ഇത് വായിച്ചിട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി. ഇദ്ദേഹത്തെ ആരാണ് ഈ ആചാര്യൻ എന്നൊക്കെ വിളിച്ചത്? അതിനെ സ്വന്തമായിട്ടിട്ട പേരായിരിക്കില്ല അല്ലേ? ആദ്യം ഈ ശ്രീമദ് ഭാഗവതം എന്താണെന്ന് നോക്കാം. ഈ ശ്രീമദ് ഭാഗവതത്തില് എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ സ്വാമിക്ക് വേണ്ടിയും കൂടെ പറയുന്നത്. സ്വാമി ശ്രദ്ധിച്ച് കേൾക്കണേ. പക്ഷെ കൊണ്ടെങ്കിൽ പറയണേ, കേസ് കൊടുക്കുന്നതിന് മുമ്പ് പേടിയണ്ടേ. ഈ ശ്രീമദ് ഭാഗവതത്തിന് 12 സ്കന്ധങ്ങളാണുള്ളത്, അതായത് 12 ശാഖകൾ. ഇതിനെ 12 ശാഖയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 പ്രഥമ സ്കന്ധം, 2 ദ്വിതീയ സ്കന്ധം, 3 തൃതീയ സ്കന്ധം, 4 ചതുർത്ഥ സ്കന്ധം, 5 പഞ്ചമസ്കന്ധം, 6 ഷഷ്ടസ്കന്ധം, 7 സപ്തമസ്കന്ധം, 8 അഷ്ടമസ്കന്ധം, 9 നവമസ്കന്ധം, 10 ദശമസ്കന്ധം, 11 ഏകാദശ സ്കന്ധം, 12 ദ്വാദശ സ്കന്ധം. ഇതിൽ 10ാമത്തെ സ്കന്ധത്തെ ഇപ്പോഴത്തെ പബ്ലിഷിംഗ് നോക്കിയാൽ, ഇന്നത്തെ ഭാഗവതം എടുത്ത് പരിശോധിച്ചാൽ 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 1 പൂർവാർദ്ധവും 2 ഉത്തരാർദ്ധവും. ഈ ദശമസ്കന്ധത്തെയാണ് 2ആയിട്ട് തിരിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ദശമസ്കന്ധത്തിൽ 49 അധ്യായങ്ങളും പിന്നെ ഉത്തരാർത്ഥം എന്ന് പറയുന്നത് മറ്റേതാണ്ട് ഒരു ഭാഗത്ത് 90 അധ്യായങ്ങളുള്ള ഒരു ഉത്തരാർത്ഥം ഒരു ഭാഗവതത്തിലും ഇന്ന് വരെയില്ല. ഉണ്ടെങ്കിൽ സ്വാമി അതൊന്ന് കാണിക്കേണ്ടതാണ്. 90 അധ്യായങ്ങളുള്ള ആ ഉത്തരാർത്ഥം ഒന്ന് കാണിച്ചു തരണം. സത്യത്തിൽ ഈ ദശമസ്കന്ധം എന്തുകൊണ്ടാണ് ഈ 2ആയിട്ട് കാണപ്പെടുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ ഭാഗവതത്തിൽ ഒറിജിനലിൽ ദശമസ്കന്ധം 2ആയിട്ടൊന്നും അല്ല കാണപ്പെടുന്നത്. ഇതിന്റെ പ്രസ് വരുന്നതിന് മുൻപ്, അതായത് പ്രിന്റിംഗ് പ്രസ്സുകൾ വരുന്നതിന് മുൻപ് ആദിമ അവസ്ഥ എന്ന് പറയുന്നത് ഈ ശ്രീമദ് ഭാഗവതം ഒരു ഓറൽ ട്രഡീഷൻ ആയിട്ടാണ് പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ശ്രവണം മൂലം കേട്ട് പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെയാണ് മുന്നോട്ട് പോയത്. പക്ഷെ പിൽക്കാലത്ത് ഇത് കയ്യെഴുത്തു പ്രതികളായി മാറി. താളപത്രങ്ങൾ, കയ്യെഴുത്തു പ്രതികൾ എന്നൊക്കെ പറയുന്ന ശൈലിയിലേക്ക് ഇത് പ്രചരിച്ചു വന്ന, അങ്ങനെ പ്രചാരണം നേടിയ ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ദശമസ്കന്ധം എന്ന് പറയുന്നത് ഒരൊറ്റ പോർഷൻ ആയിരുന്നു. അതിന് വിഭജനം ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാഗം 1 ഭാഗം 2 ഒന്നും ഉണ്ടായിരുന്നില്ല. 1 മുതൽ 90 അധ്യായങ്ങൾ ഒറ്റയടിക്കുള്ള ഒരു ഭാഗമായി. എന്നാൽ ഈ ദശമസ്കന്ധത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള രീതിയിലാണ് പറയുന്നത്. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ ദ്വാരകവാസം വരെയുള്ള ഒരു ദൈർഘ്യമേറിയ പ്രചാരമുള്ള ഒരു ഭാഗമാണ് ദശമസ്കന്ധം എന്ന് പറയുന്നത്. മറ്റ് സ്കന്ധങ്ങളെ അപേക്ഷിച്ച് 30, 31, 33 അധ്യായങ്ങൾ വരെയൊക്കെ മാത്രമുള്ള, വെറും 13, 33 ഒക്കെ ഇങ്ങനെ അധ്യായങ്ങൾ മാത്രമുള്ള സ്കന്ധങ്ങളായവ നിലനിൽക്കുമ്പോൾ ദശമസ്കന്ധത്തിൽ ശ്ലോകങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്, അധ്യായങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്, കഥാസമ്പത്ത് വളരെ കൂടുതലാണ്. വായനയ്ക്കും അച്ചടിക്കും ബുദ്ധിമുട്ടുള്ള അത്ര വലിപ്പമായിരുന്നു ഈ ഒരു സ്കന്ധത്തിലുള്ളത്, ഈ ഒരു ശാഖയ്ക്കുണ്ടായി. ഏകദേശം 18, 19 നൂറ്റാണ്ടുകളിൽ ഈ പ്രിന്റിംഗ് പ്രസ് വന്നതിന് ശേഷം ഇതിനെ 2ആയിട്ട് തിരിച്ചുകൊണ്ടാണ് പ്രിന്റ് ചെയ്തിരുന്നത്. അപ്പോൾ തന്നെ ഇന്ന് കാണുന്ന തരത്തിലല്ല. അതായത് 1 മുതൽ 49 വരെയുള്ള അധ്യായങ്ങൾ പൂർവാർത്ഥമെന്നും 50 മുതൽ 90 വരെയുള്ള ഭാഗത്തെ ഉത്തരാർത്ഥമെന്നും തിരിച്ചിരിക്കുന്ന ശൈലിയിലൊന്നും അല്ല അന്ന് തിരിച്ചിരുന്നത്. അപ്പോൾ തന്നെ പുസ്തകത്തിന്റെ വലിപ്പങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിനെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുമ്പോൾ, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യുമ്പോൾ 2നും ഖനം ഡിഫറെന്റ് ആയിരുന്നു. എന്നാൽ എപ്പോഴാണ് ഇത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ
ഗോരഖ്പൂരിലെ ഗീതാ പ്രസാദനം ഈ ദശമസ്കന്ധത്തെ ഭാഗം 1 ഭാഗം 2 എന്നുള്ള നിലയിൽ പൂർവാർത്ഥവും ഉത്തരാർത്ഥവും ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ട് ഒരേ വലിപ്പത്തിലാക്കുവാൻ വേണ്ടി ഇതിനെ 1 മുതൽ 49 വരെയെന്നും 50 മുതൽ 90 വരെയുള്ള മറ്റൊരു ഭാഗമെന്നും രണ്ടായിട്ട് ഇതിനെ തിരിച്ചു. അദ്ദേഹത്തിന്റെ ഭാഷയായിട്ട് മറ്റൊരു ഭാഗം. സത്യത്തിൽ ഇത് രണ്ടും ദശമസ്കന്ധമാണ്. 1 മുതൽ 90 വരെയുള്ള അധ്യായങ്ങളെ രണ്ടായിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. അദ്ദേഹം പറയുന്നത് ദശമസ്കന്ധത്തിൽ 49 അധ്യായമേ ഉള്ളൂ, ഇതേതോ മറ്റെന്തോ ഒരു ഭാഗമാണ്. 1923 ഈ പറഞ്ഞ കാര്യം നടന്നത്. ഇതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ അങ്ങനെ ആക്കിയത് 1923 അപ്പോൾ തന്നെ ഈ ഭാഗം വിശദമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്വാമിക്ക് സത്യത്തിൽ ദശമസ്കന്ധത്തിൽ എത്ര അധ്യായം ഉണ്ടെന്ന് അറിയത്തില്ല. പൂർവാർത്ഥം എന്താണ് ഉത്തരാർത്ഥം എന്താണെന്ന് സ്വാമിക്ക് അറിയത്തില്ല. ഈ ഭാഗവതം പോലും അറിയാത്ത ആളാണ് ആചാര്യനായിട്ട് വന്ന് ക്രിസ്ത്യാനികളെ ചൊറിയാൻ വരുന്നത്. ഇനി അനിലയ്യപ്പന്റെ തന്ത എന്നൊക്കെ പറഞ്ഞ് തറവാടിത്തം പറയുന്ന സ്വാമി മഹാഭാരതത്തിലെ യക്ഷപ്രശ്നം ഒന്ന് വായിക്കണം കേട്ടോ. അവിടെ യുധിഷ്ഠിരൻ പറയുന്നത് ജനിച്ച കുലമല്ല, ചെയ്യുന്ന പ്രവൃത്തിയും സത്യസന്ധതയുമാണ് ഒരുവനെ ഋഷിയാക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ ചാന്ദ്യോഗ്യ ഉപനിഷത്തിൽ പറയുന്ന കാര്യം, സത്യകാമൻ എന്ന് പറയുന്ന കുട്ടി വിദ്യ അഭ്യസിക്കാനായിട്ട് ആഗ്രഹമുണ്ടായിട്ട് ഗൗതമ മഹർഷിയുടെ അടുക്കൽ വരുമ്പോൾ മഹർഷി അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ ഗോത്രം, അതായത് പിതാവിന്റെ പേരെന്താണെന്ന്. സത്യകാമൻ എന്ന് പറയുന്ന ഈ കുട്ടി ഓടിപ്പോയി തന്റെ അമ്മയായ ജാബാലയോട് ചോദിച്ചു, എന്റെ അപ്പന്റെ പേരെന്താണ്? മഹർഷി അത് ചോദിച്ചു. ജാബാല പറഞ്ഞ മറുപടി, ഒരു സ്ത്രീയുടെ ദുരവസ്ഥയും ഒരു സ്ത്രീയുടെ വേദനയും നിങ്ങളൊന്ന് പരിശോധിക്കണേ. എനിക്ക് പല വീടുകളിൽ വേലയ്ക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് മകനെ, അതുകൊണ്ട് നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല. എന്റെ പേര് ജാബാല. സനാതന ധർമ്മമേ ഇവര് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്ന കാര്യമേ. പല വീടുകളിൽ എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെന്നൊരു സ്ത്രീ പറയുക. അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ, താൻ ജന്മം നൽകിയ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പറയാൻ കഴിയാത്ത ദുരവസ്ഥ ഇന്ത്യയിൽ ഒരു സ്ത്രീക്കും വരാതിരിക്കട്ടെ. മടങ്ങി വരാം. അവർ പറയുന്നത്, എന്റെ പേര് ജാബാല, നിന്റെ പേര് സത്യകാമൻ, നീ സത്യകാമ ജാബാലനാണെന്ന് ഋഷിയോട് പറയുക. ഈ കുട്ടി ഋഷിയുടെ അടുക്കിലേക്ക് വന്നിട്ട് ഇക്കാര്യം തുറന്നു പറഞ്ഞ്, എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് ഗൗതമ ഋഷിയുടെ മറുപടി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ തരുണത്തിൽ. ഏതത് അബ്രാഹ്മണോ വിക്തും അർഹതി. ഒരു ബ്രാഹ്മണനല്ലാത്തവന് ഇത്രയും സത്യസന്ധമായി മറുപടി പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് നീ ബ്രാഹ്മണൻ തന്നെയാണ്. അപ്പോൾ ചാന്ദ്യോഗ്യ ഉപനിഷത്തിൽ അച്ഛൻ ആരാണെന്ന് അറിയില്ലെന്ന സത്യം പറഞ്ഞ കുട്ടിയെയാണ് ഗൗതമ മഹർഷി നീയാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് ഒരു പുത്രതുല്യമായി അവനെ സ്വീകരിക്കുന്നത്. അപ്പോൾ സത്യം പറയുന്നവനാണ് ഋഷിയുടെ മകൻ എന്ന് നിങ്ങളുടെ ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. കണ്ടോ സ്വാമി, സത്യം പറയുന്നവരെയാണ് ഋഷീശ്വരന്മാര് പോലും തങ്ങളുടെ കുലത്തിൽ കൂട്ടി പുത്രത്വം നൽകിയത്, അല്ലെങ്കിൽ മക്കളെ പോലെ സ്വീകരിച്ചതെന്ന് നിങ്ങളുടെ പുസ്തകങ്ങൾ പറയും. അച്ഛൻ ആരാണെന്ന് പോലും നോക്കാതെ പറഞ്ഞ സത്യം നോക്കി ഉപനിഷത്ത് അവനെ അംഗീകരിച്ച് പുത്രത്വം നൽകുകയാണ്. അപ്പോൾ ജനനമല്ല, സത്യമാണ് പുത്രത്വത്തിന് മാനദണ്ഡമെന്ന് മറ്റു വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭാഗവതത്തിലെ സത്യം പറയുന്ന ഏതാ സ്വാമി? ഭാഗവതത്തിലെ സത്യം പറയുന്നെന്നും ഭാഗവത സപ്താഹമൊക്കെ ഉയർത്തി കാണിച്ചത് പ്രസംഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വ്യാസന്റെ പുത്രത്വം അവകാശപ്പെടാൻ മിസ്റ്റർ വിനോദ് സ്വാമി ആചാര്യൻ എന്ന പേരിട്ടേക്കുന്ന ആ സ്വാമി നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ യോഗ്യത ഉള്ളത്. പക്ഷെ ഒരു പ്രശ്നം പറയട്ടെ, ഈ പുത്രത്വവും പിതൃത്വവും ഒക്കെ പറയുമ്പോൾ തന്തയുടെ പേര് കളയാൻ ഉണ്ടായ മകൻ എന്ന് താങ്കളെ ഇതിനാൽ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം സ്വന്തം അപ്പൻ എഴുതിയ കാര്യങ്ങൾ അനുസരിക്കാത്ത മക്കളെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നവനാണ് മകൻ. അവർക്ക് യഥാർത്ഥ മക്കളാകാൻ കഴിയത്തുള്ളൂ. കുറച്ചു മുൻപ് പറഞ്ഞ
ഋഷീശ്വര മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ നിങ്ങളുടെ തന്തയായ വ്യാസൻ ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, വിഗ്രഹത്തെയും ശരീരത്തെയും ആരാധിക്കുന്നവൻ വെറും കഴുതയാണ്. മറ്റൊരു ഭാഗത്ത് പറയുന്നു കോവർ കഴുതയാണ്. അത് നിങ്ങളുടെ തന്നെ മറ്റൊരു വെർഷനാണ്. ഇതിന്റെ ഒരു 5 ലൈൻ മുകളിലോട്ട് വെച്ചൊന്ന് വായിച്ചു നോക്കിക്കേ. ശരീരത്തിൽ ഞാനെന്ന തോന്നലും ഭാര്യപുത്രാദികളിൽ എന്റേതെന്ന മമതയും കല്ല് മരം ഇവയാൽ നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങളിൽ മാത്രം ഈശ്വരബുദ്ധിയും ജലങ്ങളിൽ തീർത്ഥബുദ്ധിയും വെച്ച് പുലർത്തുന്നവരും മഹാത്മാക്കളിൽ ഈശ്വരഭാവം തോന്നാത്തവരുമാണ് മനുഷ്യാകൃതിയിലുള്ള കോവർ കഴുതകൾ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ ഒന്നും പറയരുത്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഒരിക്കൽ കൂടി കാണിച്ചു തരാം. മുകളിലോട്ട് നോക്കിക്കോ, പേജ് നമ്പർ 1540, ഒരുമിച്ചുള്ള ഭാഗം കേട്ടോ. ശ്രീമദ് ഭാഗവതം, അപ്പുറത്ത് ദശമസ്കന്ധം. ഇതാ താങ്കൾ ഇല്ല എന്ന് പറഞ്ഞത്. താങ്കളില്ലെന്ന് പറഞ്ഞ സാധനം ഇത്. അപ്പോൾ നിങ്ങളുടെ അപ്പനാകുന്ന വ്യാസൻ എഴുതി വെച്ചിരിക്കുന്ന ഈ കാര്യം, നിങ്ങൾ കഴുതയെന്നും കോവർ കഴുതയാണെന്നും പറഞ്ഞ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എഴുതിയത് നിങ്ങളുടെ പിതാവാണെങ്കിൽ, നിങ്ങൾ ആ പിതാവിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഈ വരികൾ നിങ്ങൾ അംഗീകരിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെയോ വരികൾ മാത്രം എടുക്കുകയും ഇഷ്ടമില്ലാത്തത് അത് ഞങ്ങളുടെ തന്ത എഴുതിയല്ല, നിങ്ങളുടെ ഏതെങ്കിലും തന്തയാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് മക്കൾക്ക് ചേർന്ന പണിയല്ല. ഒന്നുകിൽ ഇത് വ്യാസൻ എഴുതിയതാണെന്ന് നിങ്ങൾ അംഗീകരിച്ച് വിഗ്രഹാരാധന തെറ്റാണെന്ന് അംഗീകരിക്കണം, അല്ലെങ്കിൽ വ്യാസനെ തള്ളി പറയണം. അപ്പൊ സൗകര്യത്തിനനുസരിച്ച് ഈ തന്തയെ മാറ്റുന്ന പരിപാടി അത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളോട് നടക്കുന്ന കാര്യമല്ല സാർ. ഇത് നിങ്ങളെ അറിയാത്ത, നിങ്ങൾ ഈ പറഞ്ഞ സപ്താഹമൊക്കെ പൊക്കിയെടുത്തോണ്ട് പോയി നിങ്ങൾ കടന്ന് പ്രസംഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം കേൾക്കാൻ വന്നിരിക്കുന്ന ബുദ്ധിബോധം ഇല്ലാത്ത ആളുകളോട് പറഞ്ഞ ചിലപ്പോൾ അവര് കേൾക്കായിരിക്കും. ഞങ്ങളോട് ആ പരിപാടി നടക്കില്ല. പിന്നെ ഇത് എഴുതിയവരുടെ തന്ത പറഞ്ഞതാണെന്നൊക്കെ അല്ലേ താങ്കൾ പറഞ്ഞത്? ആ തന്ത ഏതാ? വേദവ്യാസൻ. എന്തിനാണ് ഈ പുസ്തകം എഴുതിയെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? 4 വേദങ്ങളും മഹാഭാരതവും എഴുതിയിട്ടും വ്യാസന് മനസമാധാനം കിട്ടിയില്ല. അങ്ങനെ കിട്ടാതെ ഇരുന്നപ്പോഴാണ് അദ്ദേഹം ഭാഗവതം എഴുതുന്നത്. ചിന്തിക്കണേ, എന്തെഴുതിയപ്പോഴാണ് സമാധാനം ഉണ്ടായിരുന്ന ഒരുത്തന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയത്? കർമ്മകാണ്ഡങ്ങളും യാഗങ്ങളും ആചാരങ്ങളും എഴുതി വെച്ചപ്പോൾ അവന്റെ ഉള്ള സമാധാനം കൂടെ പോയെന്ന്. പിന്നെ പുള്ളിക്ക് സമാധാനമില്ല, ഇരിക്കപ്പൊറുതിയില്ല. അപ്പോൾ നാരദമുനി വ്യാസനോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: നീ ജനങ്ങളെ വഴിതെറ്റിച്ചു. ആചാരങ്ങളാണ് വലുത് എന്ന് നീ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. ജനം ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് വ്യാസൻ ഭാഗവതം എഴുതുന്നത്. അതുകൊണ്ടാണ് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ 1-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായം 2-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ധർമ്മ പ്രോൽജിത കൈതവോ, ചതിക്കുന്ന ധർമ്മങ്ങളെ ഇവിടെ ഉപേക്ഷിക്കുന്നു എന്ന്. മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന ആചാരങ്ങളെയും വിഗ്രഹാരാധനയും കൈതവധർമ്മം എന്നാണ് ഭാഗവതത്തിൽ വ്യാസൻ വിളിച്ചിരിക്കുന്നത്. വഞ്ചിക്കുന്ന മതമെന്ന്. കൈതവധർമ്മം, വഞ്ചിക്കുന്ന മതം, ചതിക്കുന്ന മതം. അപ്പോൾ സ്വന്തം തന്ത മക്കളോട് താൻ നേരത്തെ എഴുതിയതൊക്കെ അപൂർണമാണെന്നും സത്യം ഇതാണെന്നും പറഞ്ഞ് ഒടുവിൽ എഴുതിയ പുസ്തകമാണ് ഭാഗവതം. എന്നിട്ടും ഈ പഴയ ആചാരങ്ങളെ കെട്ടിപ്പിടിക്കുന്ന സ്വാമി സ്വന്തം തന്തയെ അനുസരിക്കാത്ത മകനാണെന്ന് ഇപ്പൊ പിടികിട്ടിയില്ലേ? 10-ാമത്തെ സ്കന്ധം 2 ഭാഗം ഉണ്ടെന്ന് സ്വാമിക്ക് അറിയത്തില്ല. ഭാഗവതം എന്താണെന്ന് സ്വാമിക്ക് അറിയത്തില്ല. ഇത് എന്തിനെഴുതി എന്നറിയത്തില്ല. എന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. പേര് ആചാര്യൻ. കഷ്ടം തന്നെ. ഇവനെയൊക്കെ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ ഹൈന്ദവരെ പറഞ്ഞാൽ മതി. ഭാഗവതത്തിൽ വിഗ്രഹാരാധകർ കഴുതകളാണെന്ന് സത്യം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ജനങ്ങളെ അറിയിച്ചു. അതിലെ തെറ്റെന്താണ്? ഞങ്ങൾ ചുമ്മാവെന്ന് അറിയിച്ചൊന്നല്ലല്ലോ. ഞങ്ങളാണ് വിഗ്രഹാരാധികൾ. വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിഗ്രഹാരാധികൾ ഞങ്ങളാണ്.
അതുകൊണ്ട് ക്രിസ്ത്യാനി അവന്റെ മതിലിൽ എഴുതിയിരിക്കുന്നത് വായിക്കണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയ നിങ്ങളുടെ അടുത്തല്ല ഈ കാര്യം കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾ ചോദിച്ചു മേടിച്ചതല്ലേ. വിഗ്രഹാരാധി ഞാനാണെന്ന് പറഞ്ഞപ്പോൾ വെറും കഴുതേന്നല്ല, ഇപ്പൊ ഈ സ്വാമി ചൊറിഞ്ഞപ്പോഴത്തേക്ക് അത് കോവർ കഴുതേന്നു ആയി. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ ജനങ്ങളെ പറ്റിക്കാനായിട്ട് സ്വാമി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സത്യം പറയുന്നത് ഞങ്ങളാണോ കള്ളം പറയുന്നത് സ്വാമിയാണോ ഇവിടെ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നത്? ഈ സ്വാമി പല വീഡിയോകളിലായിട്ട് ശ്രമിക്കുന്നത് ഹൈന്ദവ മനസ്സുകളിലേക്ക് തീ കോരിയിടലും അത് തമ്മിലടിപ്പിക്കാനുള്ള ഒരു സ്പർദ്ധ ഉണ്ടാക്കി തമ്മിലടിപ്പിക്കാനുള്ള ഒരു കലാപമൊക്കെ സൃഷ്ടിക്കാനുള്ള കാര്യമാണ് ഈ സ്വാമിയുടെ കാര്യങ്ങളിൽ, സ്വാമിയുടെ വീഡിയോകളിൽ മുഴുവൻ കാണാൻ കഴിയുന്നത്. സ്വാമി മനസ്സിലാക്കേണ്ടത് ഇത് UP അല്ല, കേരളമാണ്. ആ പരിപാടി ഇവിടെ നടപ്പില്ല. ഇത് ഇന്ത്യയാണ്. ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാനായി ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. അവന്റെ വിശ്വാസം എങ്ങനെ പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നടപ്പിലാക്കണം, എങ്ങനെ പ്രചരിപ്പിക്കണമെന്ന് അവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒത്തവണ്ണം അവന് തീരുമാനിക്കാനോ അവനത് നിർവഹിക്കാനോ അനുവാദം ഇന്ത്യൻ ഭരണഘടന നൽകുമ്പോൾ ചാമിയുടെ വന്നിട്ട് ഇതിനെ എതിർക്കാൻ? ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അനുവാദങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നവരാണ് കേരളത്തിലെ ജനത. അങ്ങനെ തന്നെ അംഗീകരിച്ചു പോരുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെ ഒരു വാർഡിൽ ഒന്ന് ജയിച്ചു കയറി എന്ന് പറഞ്ഞ് ഇനി ആ വാർഡ് കണി കാണുമോ? ഈ RSSന്റെ ഭീഷണിയും സംഘപരിവാറിന്റെ ഭീകരവാദം ഒന്നും കേരളത്തിൽ വില പോകത്തില്ല സ്വാമി. അതിന് വെച്ച വെള്ളം നിങ്ങൾ അങ്ങ് വാങ്ങി വെച്ചാൽ മതി. എത്ര കാറ്റായി വീശിയെന്ന് പറഞ്ഞാലും പലരെയും പറയിപ്പിച്ചതുപോലെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അടി വന്നിട്ട് നിങ്ങളെയും പറയിപ്പിക്കൂ എന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ദൈവത്തിന് ജയ് വിളിക്കുന്ന ആളുകൾ, ആ ആളുകൾ ഞങ്ങളല്ല കേട്ടോ. ഞങ്ങൾ ആ ഗണത്തിൽ പെടത്തില്ല. അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണ്. കാരണം ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഈ മരണം കൊണ്ട് പോലും നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളതാണ് സ്വാമി അതിന്റെ പിന്നിലെ സത്യം. നിങ്ങൾക്ക് വേദനിക്കുന്ന ഒരു കാര്യമാണ്, മരണം കൊണ്ട് പോലും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം അത് ലാഭമെന്നെണ്ണി അതിനായി ഞങ്ങളുടെ ദൈവത്തെ കാണാൻ ഞങ്ങൾ ഒരുങ്ങി മരണം കാംക്ഷിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് മരണത്തെ കാണിച്ചൊന്നും പേടിപ്പിക്കാൻ നോക്കണ്ട. കലാപം കാണിച്ചും പ്രശ്നം കാണിച്ചും ഒന്നും ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഇത് തീയിൽ കുരുത്തതാ, വെയിലത്ത് വാടാനുള്ളതല്ല കേട്ടോ. വെയിലത്തൊട്ട് വാടുകയുമില്ല. ഇത് സ്വാമി ഓർത്തിരുന്നാൽ സ്വാമിക്ക് നല്ലത്. അല്ലെങ്കിൽ സ്വാമി പിന്നെ ബൈബിൾ എടുത്ത് പ്രസംഗിക്കുന്നത് ഞങ്ങളൊക്കെ കാണേണ്ടി വരും, അത്ര തന്നെ. ഇത് നിങ്ങളുടെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ കേരളത്തിലോട്ട് ഇമാതിരി പരിപാടിയും കൊണ്ടൊന്നും ഇറങ്ങണ്ട. ഇത് കേൾക്കുന്ന സംഘികളോടും കൂടെ പറയുക, കേൾക്കുന്ന സ്വാമിയോടും പറയുക, നിന്റെ രക്ഷയ്ക്കായി, നിന്റെ പാപത്തിന് പരിഹാരമായി താണഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ദൈവം വന്ന് മരിച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് കാൽവറി ക്രൂശിലൂടെ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. മാനവരക്ഷയ്ക്കായി ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിട്ടുള്ള ഏകനാമം, മോക്ഷത്തിനായുള്ള ഏകനാമം കർത്താവായ യേശു ക്രിസ്തു എന്ന നാമമാണ്. നീ ഏത് വിഗ്രഹത്തെ ആരാധിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് മോക്ഷം കിട്ടത്തില്ല. നീ എന്ത് സേവ നടത്തി എന്ന് പറഞ്ഞാലും നിനക്ക് മോക്ഷം കിട്ടത്തില്ല. ഏത് മല കയറി എന്ന് പറഞ്ഞാലും മോക്ഷം കിട്ടത്തില്ല. നിനക്ക് മോക്ഷം കിട്ടണമെങ്കിൽ അതൊരൊറ്റ നാമം, രക്ഷ ലഭിക്കണമെങ്കിൽ ഒറ്റ നാമം, കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. അത് പറയാൻ ഇന്ത്യൻ ഭരണഘടന പരിപൂർണമായ അനുവാദം ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനി അവന്റെ വിശ്വാസം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനി അവന്റെ വിശ്വാസം ഇനിയും പറയും, ക്രിസ്ത്യാനി അവന്റെ വിശ്വാസം ഇനിയും എഴുതും, ക്രിസ്ത്യാനി അവന്റെ വിശ്വാസം ഇനിയും പ്രസംഗിക്കും. ഇത് ചോദ്യം ചെയ്യാൻ ഭരണഘടന ഒരുവനും അനുവാദം നൽകാത്തടത്തോളം നീയൊക്കെ ഈ എത്ര കടന്ന് ബഹളം വെച്ചാലും അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ചോദ്യം ചെയ്യാൻ ഒരു ജനത എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകങ്ങളോട് എടുത്ത് ചോദ്യം ചെയ്യും. ഇതിപ്പോൾ മതിൽ എഴുതിയിരുന്നത് വായിക്കാൻ ചെന്ന് ഞങ്ങൾ ആ വിഗ്രഹാരാധികൾ എന്ന് പറഞ്ഞ്
സ്വയം കഴുതകൾ എന്ന് പറഞ്ഞ ലേബല് നെറ്റിയിലൊട്ടിച്ച് സ്വാമിയും കൂട്ടരും നടക്കുകയല്ലേ? ഇത് നിങ്ങൾ ചോദിച്ചു മേടിച്ചത്, എരന്ന് മേടിച്ചത്. സ്വാമിയുടെ ഫാദർസ് നെയിം പോലും ഇന്നിവിടെ പറയേണ്ടി വന്നില്ലേ? അതും സ്വാമി എരന്ന് മേടിച്ചതല്ലേ? വരുന്ന അതേ നാണയത്തിൽ മറുപടി തരുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ. നിങ്ങൾ ആയുധം കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് മിണ്ടാതെ നിന്ന് നേരിടും. പക്ഷെ ആയുധം കൊണ്ടുവരുന്നവന്റെ പേര് നാളെ പാസ്റ്റർ എന്നായിരിക്കും. ആ ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ് ഗ്ലോബൽ ക്രിസ്ത്യാനിറ്റി. ആഗോളതലത്തിൽ ക്രിസ്ത്യാനി അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ സ്തേഫാനോസിനെ കല്ലെറിയാൻ കൺസെന്റ് കൊടുത്ത ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശൗൽ എന്നാണ്. ഇതേ വ്യക്തിയെ അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം വന്നു കഴിയുമ്പോൾ അവിടെ പറയുന്ന കാര്യം, ഇവൻ എന്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം അനുഭവിക്കണമെന്ന് ഞാൻ അവിടെ വെച്ചവന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് 9-10 അധ്യായങ്ങളിൽ, തുടർന്നുള്ള അധ്യായങ്ങളിൽ എന്തിന് ചരിത്രം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ലേഖനങ്ങളുടെ ഒരു നീണ്ട നിര ഇതേ ശൗലിനെ അപ്പോസ്തലനായ പൗലോസാക്കി മാറ്റിക്കൊണ്ട് ദൈവസഭയ്ക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന നിലയിൽ ശോഭിക്കുവാനായി ആരുപയോഗിച്ചു? ദൈവം ഉപയോഗിച്ചു. ക്രിസ്ത്യാനിറ്റി അത് അന്നും തെളിയിച്ചിട്ടുണ്ട്, ഇന്നും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. റാന്നി പാലത്തിന്റെ ചരിത്രം മറന്നു പോകരുത് സംഘികളെ. നിങ്ങൾ യുപിയിൽ അത് ചെയ്തോ? പാവപ്പെട്ട കുറച്ചു പേരെ പിടിച്ചു കെട്ടി നിങ്ങൾ ചാണകം തീറ്റിച്ചു. കാരണം നിങ്ങൾക്ക് അമൃതായ, ഞാൻ ഷോർട്സിൽ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് അമൃതായ ചാണകവും നിങ്ങൾക്ക് പുണ്യാഹമായ ഗോമൂത്രമൊക്കെ കുടുംബസമേതം ഇരുന്ന് സ്വാമി, താങ്കളും താങ്കളുടെ കുടുംബവും ഇത് തീറ്റിച്ച സംഘി, നീയും നിന്റെ കുടുംബം ഇരുന്ന് തിന്നോ? നിങ്ങളത് കുടിച്ചോ? നിങ്ങളുടെ ഭാഷ്യത്തിൽ തന്നെ നല്ല ചോറും തിന്ന് നല്ല പാലും കുടിച്ച്, കാരണം അരിയും പാൽപ്പൊടിയും ഇവരുടെ കയ്യിലാണല്ലോ ഉള്ളത്. നല്ല ചോറും തിന്ന് പാലും കുടിച്ച് നടക്കുന്ന പാസ്റ്റർമാർക്ക് ഇത് വേണ്ട. ഞങ്ങൾക്ക് ഇത് വേസ്റ്റാ. ഞങ്ങൾക്ക് വേസ്റ്റ് ആയതാണ് നിങ്ങൾക്ക് ടേസ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ വേസ്റ്റ് തിന്ന് ജീവിച്ചോ, ഏതാ ചാണകം തിന്ന് നിങ്ങൾ ജീവിച്ചോ, അത് പാസ്റ്റർമാർക്ക് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരണ്ട. നീ അത് കാണിച്ചും നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കണ്ട. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയാകുമെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് മരണത്തെ നോക്കി വെല്ലുവിളിക്കുന്നവനാ. ആ ക്രിസ്ത്യാനിയെ നീ മരണം കാണിച്ചൊന്നും പേടിപ്പിക്കാൻ വരണ്ട. ആ ഉമ്മാക്കിയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ വിശ്വാസം പറയണ്ടെന്നും ബൈബിൾ വചനങ്ങൾ എഴുതണ്ടെന്നും ബൈബിൾ വചനത്തെ പ്രസംഗിക്കണ്ടെന്നും ഒക്കെ പറയുന്നത് അങ്ങ് പിടവൂര് വന്ന ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഇല്ലേ, ആ പ്രസിഡന്റിനെ പോലെ അങ്ങ് ക്ഷേത്ര കമ്മിറ്റിക്ക് അകത്ത് പോയിരുന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ടിറക്കണ്ട. ഞങ്ങൾ ധൈര്യമായി യേശുക്രിസ്തുവിന്റെ വചനത്തെ പ്രസംഗിക്കും, ഉറക്കെ പ്രസംഗിക്കും. തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾ സംവാദത്തിന് വരും. അങ്ങനെയല്ലേ നിങ്ങൾ തെളിയിക്കേണ്ടത്? കയ്യൂക്കിന്റെ നിലയിൽ നിങ്ങൾ കാര്യങ്ങൾ തെളിയിക്കാനാണോ? അതെന്തൊരു ജനാധിപത്യം? നിങ്ങൾക്ക് വരാം, പബ്ലിക്കായി വരാം. സംവാദത്തിന് ഒരുക്കമുള്ള ഒരു കൂട്ടം ജനതയുണ്ടല്ലോ. നിങ്ങൾ വന്നൊരു കമന്റ് ഇടൂ, ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്, ദൈവം ആരാൻ തെളിയിക്കാം. മുസ്ലിങ്ങൾ ചെയ്തിരുന്നല്ലോ ഒരിക്കൽ. എന്നതുപോലെ നിങ്ങളും വന്നോളൂ. ഏതാണ് സത്യദൈവം? മോക്ഷത്തിന്റെ മാർഗം ഏതാണ്? ആർക്കാണ് ഈ ദൈവത്വം നൽകാൻ പ്രാപ്തിയുള്ളത്? അതിന്റെ യോഗ്യത എന്താണ്? ചർച്ച ചെയ്യാം, സംവാദങ്ങൾ നടത്താം. അല്ലാതെ വടിവാളും കത്തിയും കൊണ്ടൊന്നും വന്ന് പേടിപ്പിച്ച് 5-10 പേരെ, അല്ലെങ്കിൽ പോട്ടെ 100-1000 പേരെ കൊന്നൊടുക്കിക്കൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ചെയ്താൽ അത് അടുത്തൊരു ഉണർവിന് കാരണമായി തീരത്തേ ഉള്ളൂ. നിങ്ങൾ അത് ചെയ്യുമ്പോൾ അപ്പുറത്ത് നിങ്ങളെ എങ്ങനെ തട്ടാം എന്നുള്ളതല്ല, നിങ്ങളെ എങ്ങനെ ക്രിസ്തുവിലേക്ക് നേടാം എന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനത, ഒരു തലമുറ എഴുന്നേൽക്കുമെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് സ്വാമി പോയിട്ട്, മിസ്റ്റർ വിനോദ് സ്വാമി താങ്കളോടാണ്, സ്വാമി പോയിട്ട് താങ്കളുടെ പുസ്തകങ്ങളൊന്ന് വായിക്കും.
ജനത്തെ പറ്റിക്കുന്നത് ഇനിയെങ്കിലും നിർത്തും. നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ച് ആ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വിഗ്രഹത്തെ ആരാധിക്കുന്നവനെ കഴുത എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന നമ്മളാണ് വിഗ്രഹാരാധി എന്നൊന്നും പറഞ്ഞ് അവരുടെ അടുത്തോട്ട് പോകണ്ട. മര്യാദയ്ക്ക് നമ്മൾ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ കഴുത എന്നേ പറഞ്ഞുള്ളൂ, കോവർ കഴുത എന്നേ തെളിയിച്ചുള്ളൂ. ഇനി മറ്റു പല കാര്യങ്ങൾ വരുന്നതിന് മുൻപ് നൈസായിട്ട് നമുക്ക് സ്കൂട്ടാവാടാ പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള താങ്കൾ ഇളക്കി വിടുന്ന ആ സംഘി എണ്ണന്മാരെയും കൂടെ വിളിച്ചുകൊണ്ട് താങ്കൾ കാര്യങ്ങൾ പറഞ്ഞ് വിശദമാക്കിയാൽ കൊള്ളാം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. താങ്കൾക്ക് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. ശ്രീ വിനോദ് സ്വാമി ആചാര്യൻ അവർകൾ വ്യക്തമാക്കി താങ്കൾക്ക് പറയാം. കേസ് കൊടുക്കുമ്പോൾ ഒന്ന് അറിയിക്കണേ, പേടിയുണ്ട്. തെളിവ് സഹിതം പറഞ്ഞ കാര്യങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തു. ഇല്ലെന്നല്ലേ താങ്കൾ പറഞ്ഞേ, ഉണ്ടെന്ന് തെളിയിച്ചു. അപ്പൊ ഇനി എങ്ങനെയാ കാര്യങ്ങൾ മുന്നോട്ട്? അപ്പൊ സ്വാമിജി റെസ്പോണ്ട് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. യേശുക്രിസ്തു മാത്രം ലോകരക്ഷകൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.